ഓൾമോസ്റ്റ് 11 years ആയി. 11 yearsന്റെ പ്രണയ കഥ. അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാന്ന് ചോദിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാന്ന് ഞാൻ ചോദിക്കുന്നു. അത് കാജൽ അഗർവാളാ. എന്തുകൊണ്ടാണ് ചേച്ചീനെ ഇഷ്ടപ്പെട്ടത്? എന്താ മുടി, ഹൈറ്റ് കുറവ്, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. ചബ്ബിയായിട്ട് ആർക്കും എന്തായാലും പ്രേമിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ആളത് പറഞ്ഞു. That's all. അത് സത്യമാണ്. ആക്ച്വലി എനിക്ക് ആള് ഹൈറ്റ് കുറവാണോ? പക്ഷെ എനിക്ക് കളികാരൻ ഇഷ്ടം. പക്ഷെ കാജൽ അഗർവാളാണ് ക്രഷ് മാത്രം. സ്റ്റേജില് ഡാൻസ് കളിച്ചതായിരുന്നു. ഡാൻസ് കണ്ടപ്പോ ഞാനപ്പോ നല്ലൊരു ഫോട്ടോ എടുത്ത് വെച്ച് ഫോണില് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാ ഫോട്ടോ ഉണ്ട്. ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. ഡയറി മിൽക്ക് ഞാൻ കൊടുത്തിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഡയറി മിൽക്ക് മേടിക്കാണ്ട് പോയി. വീട്ടില് വളരെ അനിയത്തിണ്ട്, ഒരു പിശാച് പിടിച്ച സാധനം. ചുമന്നു കരയണ്ട നീ. ഞാൻ നിനക്ക് അറിയണേ. കണ്ണൊക്കെ നിറഞ്ഞിട്ടില്ല. സാക്രിഫൈസ് ആണ് ഞാൻ കാരണം താങ്കൾക്ക് വന്നിരിക്കുന്നത്. ആ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് ഫാക്ടറി കാണിച്ചു തരാൻ തന്നെ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്, ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയണത്. പിന്നെ അതെനിക്ക് കാണിച്ചു തരാണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും. അത് നമ്മൾ അടുത്ത ട്രിപ്പിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യാന്ന് അല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളും അതിനൊന്നും ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അത്ര കെയർ ആയിട്ടായിരുന്നു. അതൊന്നല്ല, എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നേ എപ്പോഴും. അപ്പൊ എനിക്ക് ആ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സമയം. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ പ്ലേസ് മലയാളം. ഈ ഒരു വാലന്റൈൻസ് വീക്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന 6 വർഷമായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഈ റീസെന്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ നമ്മുടെ സ്വന്തം സ്റ്റെബി ചേട്ടനും ഡിന്നി ചേച്ചിയാണ്. അപ്പം നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് തൃശ്ശൂരിന് സ്വന്തമായിരുന്നു അല്ലേ? അല്ല, നമസ്കാരം പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ കുറെ നേരം കൈക്കൂപ്പി പിടിച്ചിരിക്കണേ. അപ്പൊ ഈ ഒരു നമ്മുടെ പ്രണയത്തിന്റെ ആഴ്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രണയം എപ്പോ തുടങ്ങി, എങ്ങനെ തുടങ്ങി? ആക്ച്വലി 6 വർഷമല്ല പ്രണയിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് തോന്നുന്നു എന്ന് മുതലാടി 2014 15 ഓൾമോസ്റ്റ് 11 years ആയി. 11 yearsന്റെ പ്രണയ കഥ. ഓ മൈ ഗോഡ്. മാരേജ് ആണ് 2020. അതുവരെ 5 years പ്രണയമായിരുന്നു. എങ്ങനെയായിരുന്നു? ആദ്യം ആരെ ഇഷ്ടം പറഞ്ഞേ? സ്റ്റെബി. ഞാൻ അഭിമാന പുരസ്കാരം പറയുന്നു. അത് ഓൾറെഡി ഇത് മാറ്റി പറയാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. പറയാൻ പറ്റില്ല. എന്നാലും എന്തുകൊണ്ടാണ് ചേച്ചീനെ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് സ്ട്രൈക്കിംഗ് പോയിന്റ് ഇത് എന്നോട് പറഞ്ഞത് ഇതൊക്കെയാ. മുടി. എന്റെ മുടി ഇങ്ങനെയായിരുന്നു, ചുരുണ്ട മുടി. ചുരുണ്ട മുടി, ഹൈറ്റ് കുറവ്, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. ചബ്ബിയായിട്ട് ആർക്കും എന്തായാലും പ്രേമിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ആളത് പറഞ്ഞു. That's all. അത് പിന്നീടാണ് എനിക്ക് സത്യമായിട്ട് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് സത്യമാണ്. ആക്ച്വലി എനിക്ക് അത് സത്യമല്ല പറഞ്ഞത്. അന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാന്ന് ചോദിച്ചു നോക്കൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാണ് ഞാൻ ചോദിക്കുന്നു. അത് കാജൽ അഗർവാളാ. ആൾക്ക് എവിടെ ചബ്ബി ഫേസ്? ആള് ഹൈറ്റ് കുറവാണോ? ചേട്ടാ എല്ലാം അതല്ല, ഞാൻ വാട്ടവർ അതൊക്കെ നമ്മളുടെ ഒരു സെലിബ്രിറ്റി ക്രഷ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാലോ. പക്ഷെ എനിക്ക് കേളി ഹെയർ അല്ലെങ്കിൽ ഒരു ചബ്ബി അത് തന്നെയാണ്. അത് ഇവള് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യണ സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോ, ഇതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഇഷ്ടം അങ്ങനെ ഞാൻ പറയാറുള്ളൂ. വേറെ എന്താ പറയാ, അവരുടെ ഇഷ്ടമല്ലേ. പക്ഷെ ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി കേളി ഹെയർ ആണ് ഇഷ്ടം. അവൾക്ക് അത് കേളി ഹെയർ ആയി കഴിഞ്ഞാൽ ഭംഗിയാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ആളത് മറ്റേ സാധനം ചെയ്തിട്ട് പറയാനേ സ്മൂത്തനിങ് അല്ല അല്ലേ, സ്ട്രെയിറ്റനിങ്. സ്മൂത്തനിങ് ആണോ ബോട്ടോക്സ് ആണോ? ബോട്ടോക്സ് അതൊക്കെ പറഞ്ഞു കേട്ടാർന്ന്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതാ. എന്തായാലും കേളി ഹെയർ കളഞ്ഞു. കേളി ഹെയർ എന്തായാലും കളഞ്ഞു.
അതെ ഇങ്ങനെയായിരുന്നു. ഇതാണ് സംഭവം. ഇഷ്ടപ്പെട്ടത് കളയാൻ തോന്നിയോ? മനസ്സിന് അനുവദിച്ചോ? ചേട്ടൻ അതാണല്ലോ ഇഷ്ടപ്പെട്ടത്. ആ അതെ, അതുകൊണ്ട് തന്നെ അവൾ കളഞ്ഞുകൊണ്ട് അതുകൊണ്ട് കളഞ്ഞതല്ല. പക്ഷെ എനിക്ക് കേൾ ഹെയർ ഇഷ്ടമല്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഈ സ്മൂത്തനിങ് ചെയ്തപ്പോഴാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് നമുക്ക് അറിയില്ലല്ലോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിരുന്നല്ലേ. ഇനിയിപ്പോ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ എന്നാലും ഞാൻ ഒരുപാട് കെയർ കൊടുക്കണ ആളൊന്നുമല്ല. എങ്ങനെ വേണമെങ്കിലും നടക്കും, എങ്ങനെയൊക്കെ ആവട്ടെ, അങ്ങനെ പോണ ആളാ. പക്ഷെ എനിക്ക് കേളിഹേരൻ ഇഷ്ടം. ഞാൻ പറയാറുണ്ട്, നല്ല ഭംഗിയുള്ള കേളിഹേർ കാണുമ്പോഴും പറയാറുണ്ട്. എന്നിട്ട് നമ്മള് കാജൽ അഗർവാളിന് പക്ഷെ കാജൽ അഗർവാളാണ് ക്രഷ് എന്ന് മാത്രം. അവിടെ പോയി ഞാൻ ക്രഷ് അവള് ഹണി റോസ് പറയുന്നത് ഞാൻ വിചാരിച്ചേ. അത് ഇപ്പഴാ, ഹണി റോസ് ഒക്കെ ഇപ്പഴാ വന്നേ. 6 കൊല്ലം മുന്നേ കാജൽ അഗർവാളാ. ഞാൻ പ്രതീക്ഷ 6 കൊല്ലം പോട്ടെ, 10 കൊല്ലം മുന്നേ. ഞാൻ പ്രതീക്ഷ ഡയലോഗ് എന്തായിരുന്നു അറിയോ? ഇവള് ഡെലിവറിക്ക് എനിക്ക് തോന്നുന്നു എത്ര മന്ത് ക്യാരിങ് ആയിരുന്നപ്പോ, ക്യാരിങ് എന്നല്ല, പ്രസവിച്ച 9ാമത്തെ ദിവസം. ആ സമയത്ത് ഞങ്ങള് യൂട്യൂബിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അഡ്ലക്സിൽ വെച്ചിട്ട്. അപ്പൊ ആ സമയത്ത് ചീഫ് ഗസ്റ്റ് എന്തോ ഗസ്റ്റ് ആയിട്ട് ഹണി റോസ് വന്നു. അപ്പൊ ഞാൻ പോയി, വളരെ വരില്ല, ഓക്കെ ഇവിടെ വീട്ടിലിരുന്നോ, ഞാൻ ആ ഒരു കഥയാണ് ഞാനിപ്പോ പ്രതീക്ഷിച്ചിരുന്നേ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി അത് പറഞ്ഞില്ല. ചേട്ടൻ കുറച്ച് മാന്യനായിട്ട് വന്നോട്ടെ അങ്ങനായിട്ട് ഞാൻ വിചാരിച്ചത്. ഞാനായിട്ട് പറഞ്ഞില്ല, ഞാനായിട്ട് പറഞ്ഞു എന്നുള്ളതില്ലല്ലോ, ആളായിട്ട് തന്നെ പറഞ്ഞോട്ടെ. ഞാൻ പക്ഷെ പ്രതീക്ഷ അതായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ രണ്ടുപേരെ അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ. ഇനിയിപ്പോ എന്നാണ് ആ ഒരു സ്കൂളിംഗ് ഡേയ്സിലല്ലേ കണ്ടുണ്ടാവുക? 11 വർഷം എന്ന് പറയുമ്പോ ഞാൻ +2, ഞാൻ ഡിഗ്രി. ഡിഗ്രി. അപ്പൊ എവിടെ വെച്ച് കണ്ടു? എന്റെ ഡിഗ്രി കോളേജിന്റെ സെയിം ക്യാമ്പസിൽ തന്നെയാണ് ഇവളുടെ +2. ഏതായിരുന്നു ആ സ്കൂള്? BSMMGVHS ഒല്ലൂര് ഗവൺമെന്റ് സ്കൂളാ. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഞാൻ ഗവൺമെന്റ് സ്കൂൾ, ആ സെയിം കോമ്പൗണ്ടിൽ തന്നെ. ഇവരുടെ കോളേജ് പുതുതായിട്ട് വന്നതാ, പുതിയ കോളേജ് ആയിരുന്നു. ഗവൺമെന്റ് ആർട്സ് കോളേജ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ആക്ച്വലി അവിടെ ഒരു നമ്മുടെ മുൻപത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ആളുടെ ഒക്കെ വെച്ചൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ഇനാഗ്രേഷൻ ഫംഗ്ഷൻ. അതിനകത്ത് സ്റ്റേജിൽ ഡാൻസ് കളിച്ചതായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഡാൻസ് കളിച്ചപ്പോ ഞാൻ നോട്ടിട്ടു. ഡാൻസ് കണ്ടപ്പോ ഞാൻ അപ്പൊ നല്ലൊരു ഫോട്ടോ എടുത്ത് വെച്ച് ഫോണില് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പഴാ ഫോട്ടോ ഉണ്ട്, ഇപ്പഴാ ഫോട്ടോ ഉണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. നോക്കാറുണ്ട്, ഇത് കണ്ടിട്ടടി ഞാൻ വീണത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം. ഫോട്ടോ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഫേസ്ബുക്ക് ഒക്കെ വഴി കണക്ട് ആയി. വിറയിലും കാര്യങ്ങളൊക്കെ ഇല്ല അന്നൊന്നും നമ്മളാളെ കാണുമ്പോ മൈൻഡ് ചെയ്യില്ല. നല്ല കുട്ടിയായിരുന്നു, നിങ്ങളുടെ മുഖത്ത് നോക്കൊക്കെ ചെയ്യും. പക്ഷെ നോക്കും, ആളല്ലാന്ന് മാത്രം. ബാക്കി എല്ലാവരും അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ്, +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് FBയിലാണ് പിന്നീട് നമ്മൾ സംസാരിക്കണത്, ചാറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിന് ശേഷമാണ് ഇഷ്ടമാണ് പറഞ്ഞത്. നേരിട്ട് തന്നെയാണ് ഇഷ്ടം പറഞ്ഞു പ്രപ്പോസ് ചെയ്ത്. നേരിട്ട് മെയ് 18, 2015. 16 ജനിച്ചേ. ഏത് വർഷം? 2002. ഓ, 2K കിട്ടാണ്. ചോദ്യങ്ങളുടെ നിലവാരം കേട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചതാണത്. We are 90s. മെയ് 18. മെയ് 18 ഇഷ്ടം. മെയ് 21 മോഹൻലാലിന്റെ ബർത്ത്ഡേ. ലാലേട്ടൻ ഫാനാണോ? ഞാൻ അടിക്കും. പക്ഷെ ബർത്ത്ഡേ പറഞ്ഞ ഓർത്തില്ലല്ലോ. അതല്ല, അതിന് മാത്രം ഫാനൊന്നല്ല, ചെറിയ ഫാനാണ്. ഞാൻ ഫാനാണ്, എനിക്ക് ഇഷ്ടമാണ്. ഇത്രയൊക്കെ തന്നെ. മെയ് 18 പ്രപ്പോസ് ചെയ്തായിരുന്നത്. അത് ഒല്ലൂര് പള്ളിയിൽ വെച്ചിട്ട്. ആ ടൈമിലുള്ള ഫോട്ടോസ് എന്റെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മള് കാണിച്ചു കൊടുത്തിട്ടുള്ളതാ. കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ. ഇനിയിപ്പോ ചേച്ചി അപ്പൊ തന്നെ ഇഷ്ടം പറഞ്ഞോ? എങ്ങനെയായിരുന്നു? ഞാൻ ഡയറി മിൽക്ക് കൊടുത്തിട്ടാണ്. ഡയറി മിൽക്ക് ഞാൻ കൊടുത്തിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഡയറി മിൽക്ക് മേടിക്കാണ്ട് പോയി. അപ്പൊ നോ ആന്ന് വിചാരിച്ചോടെ? ഓഫ് കോഴ്സ് ഞാൻ പോയി. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനായിരുന്നു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് നോ പറഞ്ഞു. അല്ല, അതെങ്ങനെ ഒരാള് പെട്ടെന്ന് വരുമ്പോ ശരിയാ, നമ്മളെങ്ങനെ പറയും? ഇപ്പോഴത്തെ പോലെ അല്ല, ഇന്ന് മറ്റേതൊക്കെ ഉണ്ടല്ലോ, വിൽ യു മാരി മീ ചോദിക്കണ പരിപാടിയൊക്കെ. 10 കൊല്ലം മുന്നേ. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു ഇതില്ല. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ
പിന്നീട് ആളെ നീ അതാണ് പ്രതീക്ഷിച്ചിരുന്നത് വലിയ മാരേജിന് ഞാൻ ചോദിക്കുന്നു. എനിക്കത് വാങ്ങാം, ഞാനെങ്ങനെ വാങ്ങാ, ആ ഒരു ഇത് എനിക്കില്ല. എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നും. പ്രേമത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് പഠിത്തം അതല്ല, പഠിത്തമൊക്കെ സെക്കൻഡറി അതല്ല, എനിക്ക് പ്രൈമറി അതല്ലാതെ ഇപ്പൊ അല്ല പഠിത്തണ്ടായിരുന്നു ആള് അത്യാവശ്യം പഠിക്കുന്ന ആളാ. ഇപ്പൊ എന്നാലും പ്രൈമറി അത് പറഞ്ഞില്ല. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് വന്നേ അത് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈമറി. പഠിത്തമൊക്കെ സെക്കൻഡറി ആണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രൈമറി ആയിട്ടുണ്ടായിരുന്നെ. എന്നാലും എനിക്ക് ആ സമയത്ത് അറിയില്ല ഇതിനെ കുറിച്ച്, എന്താ അത് വീട്ടില് പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറി ചെയ്ത് നടക്കണ്ടേ നമ്മള് കൊറേ. അപ്പൊ അതും നമുക്ക് പറ്റില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അത് എനിക്ക് ഡയറി മിൽക്ക് തായോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പോയി ബസ് സ്റ്റോപ്പിലെത്തി നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പോ ആളെന്നെ വിളിച്ചു. നമുക്കിപ്പോ എന്താ ഒരാള് റിജക്ട് ചെയ്ത് എത്ര അതന്നെ പോട്ടെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. പോയി ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, വായോ ഡയറി മിൽക്ക് വാങ്ങാൻ മെസ്സേജ് വന്നു. പക്ഷെ ഡയറി മിൽക്ക് വാങ്ങാന്ന് പറഞ്ഞ ഡയറി മിൽക്ക് വാങ്ങാം, വേറൊന്നല്ല ഡയറി മിൽക്ക് വാങ്ങാം. ഡയറി മിൽക്ക് വാങ്ങി ഡയറി മിൽക്ക് അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വാങ്ങേണ്ടി വന്നു. മെയ് 18 പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, ആ സ്റ്റേജിലെത്തി. ചേച്ചി എപ്പോഴാണ് പറഞ്ഞത് ഇഷ്ടം? അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലേ? അല്ല അതൊരു പോസിറ്റീവ് സൈൻ ആണല്ലോ, ഡയറി മിൽക്ക് മേടിച്ചപ്പോ പോസിറ്റീവ് സൈൻ ആണല്ലോ. പിന്നെ ഹോപ്പ് ഉണ്ടല്ലോ. പിന്നെ രാജിലെ എപ്പോഴോ ഫ്യൂ ഡേയ്സ് കാണാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നു. എത്ര ദിവസം കഴിഞ്ഞു കാണാൻ വേണ്ടി ചെന്ന് കാണാൻ വരാറില്ല ഇതിനെ? അത് കഴിഞ്ഞിട്ടില്ലേ? ആ ശരി ശരി ശരിയാ. നിനക്ക് എന്തെങ്കിലും ഓർമ്മയില്ലാത്ത? അപ്പൊ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ എങ്ങനെയായിരുന്നു? വീട്ടില് കണ്ടുപിടിച്ചല്ലോ ആദ്യം. വീട്ടില് വളരെ അനീതിയുണ്ട്, ഒരു പിശാച് പിടിച്ച സാധനം. അന്നാന്ന് പേര് അന്നാന്ന് പേരുള്ളത്. അവള് വീട്ടില് പറഞ്ഞു, അങ്ങനെ വീട്ടിലറിഞ്ഞു. പക്ഷെ അത് അപ്പനൊന്നും അറിഞ്ഞില്ല തോന്നുന്നു അല്ലേ? ഇല്ല, അമ്മ അറിഞ്ഞത്. അല്ല ഒഫീഷ്യലി ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പറയാ ചെയ്തേ. ഇവളുടെ വീട്ടിലും പറഞ്ഞു, ആ സെയിം ഡേ തന്നെ ഞാൻ എന്റെ വീട്ടിലും പറഞ്ഞു. അങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇഷ്യൂ ആവുന്ന രീതിയിലുള്ള പറയാനായിട്ടൊന്നും ഉണ്ടായില്ല. അന്ന ഞാൻ രാത്രി ഫോൺ വിളിക്കണതാ കണ്ടത്. അപ്പൊ അത് അമ്മോട് പറഞ്ഞു. അപ്പൊ പിന്നെ അമ്മക്ക് ദേഷ്യായി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് വേണ്ട നിർത്തണം, അത്രക്കല്ലേ ഉള്ളൂ. ഓക്കെ ഞാൻ നിർത്തി, അവസാനിപ്പിച്ചു. അങ്ങനെ അത് അവസാനിപ്പിച്ചു. അത് അവർക്ക് അറിയില്ല, അത് അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പിടി കൊടുത്തില്ല. ഇനിയിപ്പൊ നമ്മളോട് ചോദിക്കാണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടായിരിക്കാം മേ ബി. ചേട്ടനെ നേരത്തെ അറിയാവോ? എന്ത്? ഇല്ല അവിടെ അന്ന് കണ്ടറിയില്ല. ഞങ്ങളുടെ രണ്ടുപേരും വീടും തമ്മിൽ ഒരു 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എന്റെ ചാലക്കുടി പ്രോപ്പർ ചാലക്കുടിയും ചേച്ചി ഒല്ലൂരാണ്. ഞാൻ ചാലക്കുടി നിന്നാണ് ഇവിടെ പഠിക്കാൻ വരാറ്. ഇവൾക്ക് തൊട്ടടുത്ത് തന്നെ കോളേജ് സ്കൂള്. എന്നിട്ടും വരാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഞാൻ വെക്കേഷനിൽ വരെ വരാറുണ്ട്. എനിക്ക് ക്ലാസ് ഇല്ല, വെക്കേഷൻ ടൈമിൽ വരാറുണ്ട്. എന്റെ ഡിഗ്രിക്ക് ക്ലാസ് ഇല്ല, വെക്കേഷൻ ആണ്. ആ ടൈമിൽ വരാറുണ്ട്. പിള്ളേരെ വീട്ടിൽ പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇവൾക്കും ക്ലാസ് ഇല്ല, പക്ഷെ ഇവള് മറ്റേ ഫിസിയോതെറാപ്പി എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണ്ടി പോവാറുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞാൻ വരും. എനിക്ക് ക്ലാസ് ഉണ്ടാവില്ല. ചുമന്നു ഞാൻ കൊറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് അതൊക്കെ ഓർക്കണത്. അതുകൊണ്ടാ ഞാൻ ബ്ലഷ് ചെയ്യണത്. നമ്മൾ അങ്ങനത്തെ സാഹചര്യം ഒരുക്കി തന്നില്ലേ? റിയാലിറ്റിയിലേക്ക് എത്തുമ്പോ നമ്മൾ പലതും മറന്നു. അതെ, കൊറേ നാള് നല്ല തിരക്കിലായിരുന്നു. അപ്പോഴൊന്നും എനിക്കിത് ഓർക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിയാണല്ലോ വരാറുണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കണത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് പെട്ടെന്ന് ഓർക്കണില്ലല്ലോ. നമ്മളെ ഡേ ടു ഡേ ലൈഫായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പൊ അത് പറയുമ്പോഴാണ് ആക്ച്വലി നമ്മൾ പ്രീവിയസ് ഡേയ്സിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്ത് നമ്മൾ പോണത് ആ മൊമെന്റ്സ് ഒക്കെ. അതെ, ഞാൻ ആലോചിച്ചു സത്യാണല്ലോ എന്നെ കാണാൻ വരാറില്ല. ഞാൻ എന്തിനാ അറിയണേ? നല്ല കണ്ണീര് വരുന്നുണ്ട്. പിന്നെ ആ ദിവസമൊക്കെ മിസ് ചെയ്യേണ്ടി തോന്നുന്നു. മിസ് ചെയ്യണതല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ഞാൻ ആലോചിച്ചതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട്
നമ്മൾ എന്തായാലും പ്രേമിക്കുമ്പോ ചെറുതായിട്ട് വീട്ടിൽ പറയാതെ ഒക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അതേതായിരുന്നു ഫസ്റ്റ് കറക്കം? ഞങ്ങള് മെയിനായിട്ട് പോற ശോഭ ഞങ്ങൾക്ക് ഈ ആളുകൾ ഉള്ള സ്ഥലം ഇഷ്ടം. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കുമെന്നുള്ള പേടിയൊന്നും ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഇവൾക്ക് ഇന്ത്യയിലുള്ള ബോധം ഇല്ലേ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവളുടെ വീടിന്റെ അടുത്തേക്ക് വരെ ബൈക്കുമ്പോ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാ ആ വീടിന്റെ. അപ്പൊ ഞാൻ അതിന് ശേഷം കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു ഇവളുടെ പേപ്പന്മാരും കസിൻസും ഒക്കെ ആണെങ്കിൽ എപ്പോഴും അതിൽ കൂടെ സറൗണ്ട് ചെയ്ത് പോണതൊക്കെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു ഇവിടെ ഇത്രയ്ക്കും ബോധം ഇവൾക്ക് ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കണ്ടാലോ ഞാൻ ആലോചിച്ചു. ഒരു പ്രേമൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കും നമ്മൾ വിചാരിക്കണ്ടാവില്ല അല്ലേ. പോയി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഞാൻ നിന്നില്ല. അതാണ് സത്യമാണത്, അതാണ് സത്യം. എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് അങ്ങോട്ട് പോയി. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ മേമയൊക്കെ പറയണേ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത്ര ആളുടെ കൂടെ. ഇപ്പോഴാണത് പറയണേ. അന്ന് പറഞ്ഞില്ല. അന്ന് മേമ അത് പേപ്പനോട് പറഞ്ഞു. അത് എന്റെ അപ്പന്റെ ഭാര്യ പേപ്പനോട് പറഞ്ഞു. പേപ്പൻ പറഞ്ഞു അത് വീട്ടില് പറയണ്ടാന്ന്. എങ്ങനെ സപ്പോർട്ടായിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് അവരുടെ ലവ് മാരേജാ. അതാണ് ഫാമിലിയിൽ ഒരുപാട് ലവ് മാരേജസ് ഇല്ല. പേപ്പന്റെ മേമയുടെ ലവ് മാരേജ് ആണ്. അത്രയ്ക്കുള്ളൂ. ഇപ്പൊ എന്ത് തോന്നുന്നു, ലവ് മാരേജസ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? അത് എപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച് മാരേജിന്റെ സിനാരി ഞങ്ങൾക്ക് അറിയില്ല. ലവ് മാരേജിന്റെ മാത്രമേ അറിയുള്ളൂ. അതെ, ആസ് പെർ അവർ എക്സ്പീരിയൻസ് ഇറ്റ്സ് ഗുഡ്. ലവ് മാരേജ് അടിപൊളിയാണ്. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പറയുമ്പോ അവര് പറയുന്നേക്ക ലവ് മാരേജ് ഒന്നും അധികം കാലം വാഴില്ല, ഇനി നിങ്ങൾക്ക് കാലാകാലം കഥകളൊന്നും പറയാനുണ്ടാവില്ല, എല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും അത് ബോധേടല്ല. ഞങ്ങൾക്ക് അത് കഴിഞ്ഞും കഥകളുണ്ടായിരുന്നു പറയാൻ. നമുക്ക് നമ്മുടെ ലൈഫാണ്, അത് നമ്മൾ തീരുമാനിക്കണം. അതില് ആരും ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കാം. ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആയാലും എത്ര ആളുകൾ ഇപ്പൊ ഡിവോഴ്സ് ആയി പോണു. ഒരു കൊല്ലം പോലും അതന്നെ ഒരു കൊല്ലം അല്ല. ഞാൻ അറേഞ്ച്ഡ് മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ ഒരു കൊല്ലം പോലും നിക്കില്ല, നിക്കാണ്ട് പോണ മാരേജസ് ഉണ്ട്. അറേഞ്ച്ഡ് ആയാലും ലവ് മാരേജ് ആയാലും അവരവരുടെ ഇഷ്ടം, അവരാരും സൗകര്യത്തിന് അവരാരും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പിന്നെ അതൊക്കെ നമ്മുടെ ലൈഫാണ്. നമ്മള് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണേന്റെയും അതുപോലെ ഇപ്പൊ പരസ്പരം എന്ത് സാക്രിഫൈസ് ആണ് ഞാൻ കാരണം താങ്കൾക്ക് വന്നിരിക്കുന്നത്? അല്ലല്ല സാക്രിഫൈസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അല്ല, ഓഫ്കോഴ്സ് അതൊക്കെ ഒരു സാക്രിഫൈസിന്റെ ഭാഗങ്ങളാണല്ലോ. പല ഘട്ടങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ലേ പല കാര്യങ്ങളും. ഇപ്പൊ ഫുഡ് കഴിക്കേണ്ട കേസിലാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവൾക്ക് ബീഫാണ് വേണ്ടത്, ഞാൻ ചിക്കനാണ് തരുമ്പോ ഞാൻ അവൾക്ക് വേണ്ടിട്ട് ബീഫ് അത് ഓർഡർ ചെയ്യും. ആൾക്ക് ചിക്കൻ കഴിക്കും, ഞാൻ ബീഫ്. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണെന്ന്. അതേപോലെ മാരേജ് സാക്രിഫൈസ് അല്ല, സാക്രിഫൈസിന് വേണ്ടി അതും ഒരു എലമെന്റ് തന്നെയാണ്. ഓഫ്കോഴ്സ് എലമെന്റ് തന്നെയാണ് അല്ലേ? പറയൂ. ഇതൊക്കെ അറിഞ്ഞു വെക്കണം. അല്ല, മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസ് അല്ല. മാരേജ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, രണ്ടുപേര് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇന്റർ കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാം ഉണ്ട് അതിനകത്ത്. അതില് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാക്രിഫൈസാ. ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് അതൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ചെയ്ത് പോകും. അതെ, അതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ആണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ആ രീതിയിലുള്ള സാക്രിഫൈസ് അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ പറഞ്ഞത് അത് വളരെ വലിയ രീതിയിലുള്ള സാക്രിഫൈസ് ആണ്. അത്ര വലിയ രീതിയിലൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സാക്രിഫൈസ്. അതേപോലെ ഇപ്പൊ എ സി ഇടുന്ന സമയത്ത് റൂമില് അവൾക്ക് എ സി ഇടുന്ന സമയത്ത് അവൾ എ സി വേണമെന്ന് പറയും. ശരിക്കും ഭയങ്കരമായിട്ട് തണുക്കും. അപ്പൊ അവൾ എ സി ഇടും. അവൾ എ സി ഇടുമ്പോ ഞാൻ തണുത്ത് കിടക്കല്ല. അപ്പൊ ഞാൻ സാക്രിഫൈസ് ചെയ്യണ്ടേ? അങ്ങനത്തെ കൈൻഡ് ഓഫ് സാക്രിഫൈസിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയുന്ന വലിയ രീതിയിലല്ല കേട്ടാ, നീ ഉദ്ദേശിക്കണ പോലത്തെ വലിയ രീതിയിലല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 10-11 വർഷമായിട്ട് പ്രേമിക്കലും കല്യാണം ഒക്കെ ആയിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ യങ് ജനറേഷന്
എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ള ലവേഴ്സിന്? അയ്യേ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോവാ? അങ്ങനെയൊന്നും പറയാൻ ഇല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലേ, എല്ലാവരും ഡിഫറെന്റ് ആളുകളാണ്. എല്ലാവരും കാണുന്ന കാഴ്ചപ്പാടുകളും ചിന്തിക്കുന്ന ചിന്താഗതികളും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതും ഒരു ഇതായിട്ട് പറയാനായിട്ട്, അഡ്വൈസ് ആയിട്ട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. അവരവർക്ക് അവരവരുടെ എന്നാലും റൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും നാളെ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്ത സ്ഥിതിക്ക് ആ ഒരു റൈറ്റ് ഉണ്ട്. 11 years അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? അത് ശരിയാ. അത് ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കാര്യമല്ല. ഒരു 1 week പോലും റിലേഷൻ കൊണ്ടെടുക്കാത്ത ആൾക്കാർ, അപ്പം അതുപോലെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? അതിന് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാൻ അല്ല, അത്രേ ഉള്ളൂ. പരസ്പരം മനസ്സിലാക്ക, അത്രേ ഉള്ളൂ. പരസ്പരം റെസ്പെക്ട് ചെയ്യാ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ അതിനും കൂടുതൽ എന്ത് അഡ്വൈസാ ഉള്ളത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ തന്നെ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചെയ്യണത് നേരത്തെ പറഞ്ഞ പോലെ AC ഇടുമ്പോ AC വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാക്രിഫൈസ് ചെയ്യാം. അങ്ങനെയല്ല. ചേച്ചി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ? ഉണ്ട്. ഞാൻ ആളുടെ എന്തെങ്കിലും കാര്യത്തിനോട് അന്വേഷിക്കാറുണ്ടോ, നോ പറയാറുണ്ടോ ചോദിച്ചു. അല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പേസ് എനിക്കുണ്ട്. ഡെഫിനറ്റ്ലി അവൾക്ക് അതിനുള്ളതുണ്ട്. അല്ല, എനിക്ക് അത്രയും ഞാൻ പറയില്ല. എന്നാലും അപ്പൊ ആള് ഫ്രണ്ട്സിന്റെ കൂടെ പോണേനൊന്നും ഞാൻ ഒന്നും പറയാറില്ല. ശരി, ഓക്കെ ബൈ പൊക്കോ. ഞാനിപ്പോ പോണ്ടാന്ന് പറയേ, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാറില്ല. ആൾക്ക് ആളുടെ ഇഷ്ടം. അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ രണ്ട് ഇന്ത്യയിൽസ് ആണ്, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയ ഒരു ഡെസ്റ്റിനേഷൻ, മെമ്മറബിൾ വെക്കേഷൻ ഏതാണ്? അത് ലാസ്റ്റ് ഇയർ അല്ല, അതിന് മുമ്പത്തെ വർഷം പോയ സ്വിറ്റ്സർലാൻഡ്. പാരീസും സ്വിറ്റ്സർലൻഡ് അത് രണ്ടാണ് നമ്മള് കഴിഞ്ഞ ഒറ്റ ട്രിപ്പിലായിരുന്നു. ഷെങ്കൻ വിസ. ഒറ്റ ട്രിപ്പിലാ പോയത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നാണ് ആ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് ഫാക്ടറി കാണിച്ചു തരാണ്ട് തന്നെ കാണിച്ചു കൊടുത്തില്ല. സ്വിറ്റ്സർലാൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചോക്ലേറ്റ് ഫാക്ടറി അല്ല കാണേണ്ടത്, അല്ല അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി, അതാണ് നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഓരോ സ്ഥലത്തും. ലാൻഡ്സ്കേപ്പ്, അതൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചോക്ലേറ്റ് ഫാക്ടറി എന്തുകൊണ്ട് കാണിച്ചൊന്നുമില്ല. അവൾക്ക് ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് ആ ചോക്ലേറ്റ് കഴിക്കണം, അതാണ് അവളുടെ എയിം. അവളുടെ മോട്ടീവ് അതായിരുന്നു ഇവിടുത്തെ പോണേലും. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്, ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയണത്. പിന്നെ അതെനിക്ക് കാണിച്ചു തരാണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും. അത് നമ്മൾ അടുത്ത ട്രിപ്പിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യാന്ന് അല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ട്രിപ്പ് ഒറ്റയ്ക്ക്. എന്നിട്ട് ഞാൻ ലിൻഡന്റെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ വീഡിയോ എടുത്തിട്ട് അല്ല, എനിക്ക് അല്ലെങ്കിൽ പോവല്ലേ. അതാണ് അത് അല്ല, എനിക്ക് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, അല്ല ചോക്ലേറ്റ് ലാൻഡ്സ്കേപ്പാണ് താല്പര്യം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പാരീസിലായാലും സ്വിറ്റ്സർലാൻഡിലായാലും ഏകദേശം ഒരേ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളാണ്. അല്ലല്ല, ഒരിക്കലും അല്ല. പാരീസിന്റെ ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. പാരീസിന്റെ ഔട്ടർ പാരീസ് പോയി കഴിഞ്ഞാല്. പക്ഷെ സ്വിറ്റ്സർലാൻഡിന്റെ ഗ്രാമങ്ങള് ലാൻഡ്സ്കേപ്പ് വേറെ എവിടെയില്ല. എനിക്ക് തോന്നുന്നു. പോയിട്ടുണ്ടോ? എവിടെ പോയേ? പാരീസില്, ഫ്രാൻസില്, ഷെങ്കൻ വിസ, നെതർലൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്സും പോയായിരുന്നു. എല്ലായിടത്തും പോയത്. സ്വിറ്റ്സർലാൻഡിലെ എവിടെ ലാൻഡ്സ്കേപ്പുകൾ കണ്ടേ? ഇല്ല, സ്വിറ്റ്സർലാൻഡ് വഴി നമ്മൾ പാരീസിലേക്ക് പോയതാ. എവിടെന്ന്? ഇറ്റലി കവർ ചെയ്തു. മാതാവയുടെ കുർബാനയൊക്കെ കൂടി. നമ്മള് അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഞാൻ ഫാമിലി ആയിട്ട് പോയോണ്ടാണ്. നമ്മളൊറ്റയ്ക്ക് പോയോണ്ട് ആ കാര്യം ഞങ്ങൾ അങ്ങനെയൊന്നും പോയതില്ല. ഞങ്ങൾ കുറച്ച് 2-3 പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നത്. പാർട്ടിയോ? ഞാൻ അവിടെയും പാർട്ടി ഒന്നും പോയില്ല. അത് വീട്ടുകാരുടെ കൂടെ പാരീസിലെ അടിപൊളി പാർട്ടികൾ. പക്ഷെ എനിക്ക് ഈഫൽ ടവർ കയറാൻ പറ്റിയില്ല. മോളിലത്തെ വ്യൂ എനിക്ക് കാണുന്നുണ്ടായിരുന്നു. അല്ല, മോളിൽ വ്യൂ ഉണ്ട്, പക്ഷെ നമ്മള് വിചാരിക്കണം അത്രയ്ക്ക്. ഞാൻ ടൂമ്പൊക്കെ കണ്ടു, പക്ഷെ ടവറിന്റെ മുകളിലേക്ക് അടുത്ത വർഷം പോകുമ്പോ നോക്കാം. പൊളിക്കാൻ പോണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇല്ലാന്നും പറയുന്നുണ്ട്, അറിയില്ല. പൊളിക്കാൻ പോവാ അങ്ങനെയൊക്കെ പറയണ. വെറുതെ പറയാൻ ഇവള് പോയാ നമ്മൾ ഡാൻസ് കളിക്കണെന്ന് പറഞ്ഞ പോയാ. പിന്നെ നല്ല തണുപ്പായിരുന്നു ടൈമില്. ഞാൻ പോയത് മെയ് ഏപ്രിൽ ടൈമിലാണ്, സമ്മർ ടൈമിലാണ്. നമ്മുടെ സമ്മർ വെക്കേഷൻ ടൈമിലാണല്ലോ നമുക്ക് അങ്ങനെ ലോങ് ട്രിപ്സ് പോവാൻ പറ്റുക. ഞങ്ങള് പോണ ടൈം വിന്റർ ടൈമാ. ഞങ്ങള് വെഡിങ് ആനിവേഴ്സറിക്കാണ്
എല്ലാ വർഷവും ഓരോ കൺട്രി നമ്മൾ പോവാറുണ്ട്. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്ക് ആനിവേഴ്സറിക്കാണ് നമ്മൾ പോവാറ്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ആദ്യം നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് മാൽഡീവ്സ് പോയത് പോയി. മാൾഡീവ്സ് ആയിരുന്നു. മാൾഡീവ്സ് പിന്നെ പോയത് ദുബായി പോയി. പിന്നെ അത് വെഡിങ് ആനിവേഴ്സറിക്ക് പോയതല്ല, വെറുതെ പോയതാ, ദുബായ് പോയതാ. പക്ഷെ ആ ഇയർ ദുബായി പോയുള്ളൂ. ആ ഇയർ തന്നെയാണ് നമ്മൾ പാരീസും സ്വിറ്റ്സർലൻഡും പോയത്. പിന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ പറ്റിയില്ല. Carrying ആയി. ക്യാരിങ്ങും അല്ലടാ, ഉണ്ണി വന്ന് ഉണ്ണിയുടെ മാമോദീസയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ആണ് എവിടേക്ക് പോയി? ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ നമ്മൾ മലേഷ്യ പോയി. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി നവംബറാ. അങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹമായിരുന്നു. അന്ന് മാൾഡീവ്സിൽ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി തൊട്ട് എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും പുറത്തു പോകണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ നടന്നു എന്ന് എനിക്കറിയില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് മാനിഫെസ്റ്റേഷൻ. സത്യം, മാനിഫെസ്റ്റേഷൻ അതന്നെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴല്ലാട്ടാ, പണ്ട് നമ്മള് ചെറുപ്പത്തില് കൊറേ അവാർഡ് നൈറ്റ് ഒക്കെ നമ്മൾ കാണില്ലേ, അവാർഡ് നൈറ്റ് ഒക്കെ കാണുന്ന ടൈമില് ഞാനിങ്ങനെ കണ്ണാടയുടെ മുന്നിൽ നിന്ന് പറയും, അല്ലെങ്കിൽ കുളിക്കാൻ കയറുമ്പോഴൊക്കെ പറയും, ഓ എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ അങ്ങനെ പറയാറുണ്ട്. അവാർഡ് കിട്ടിയിട്ടുണ്ടോ? 2K കിഡ് അതൊന്നും പറയില്ല. 2K കിഡ്സിന് അങ്ങനെ വക കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 90s പറഞ്ഞിട്ടുണ്ടാവും. 2K കിഡ് അങ്ങനെ ജനറേഷൻ പറയല്ലോ. അതുപോലെ ഇപ്പൊ ഞാനിങ്ങനെ നമ്മള് പലരുടെ ഇന്റർവ്യൂസ് ഒക്കെ പണ്ട് കാണില്ലേ, അപ്പൊ ഇന്റർവ്യൂസ് കാണുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, ഓ ഞാൻ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കസാരയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ സംസാരിക്കും, ഓ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. പണ്ടത്തെ കാര്യം ഞാൻ പറയണേ, അതൊക്കെ ഇപ്പൊ റിയാലിറ്റിയിലേക്ക് വരികയാണ്. കൊള്ളാം. അപ്പൊ ശരിക്കും അതെ, കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കപ്പോ വലിയ കാര്യങ്ങൾ ഇതൊന്നും വലുതല്ലേ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ചും കൂടി വലിയ കാര്യം കൂടി ആഗ്രഹിക്കാൻ അഡീഷണലി എന്റെ ചേട്ടന് വേണ്ടേ, എന്തോ ഉണ്ടല്ലോ മനസ്സിലായി. അങ്ങനെയല്ല ജനറൈസ് ചെയ്ത് പറഞ്ഞതാ. ഇനി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങള് നടക്കട്ടെ, ഭാവിയിൽ നടക്കട്ടെ. അത് ഞാൻ പറയില്ല. കപ്പിൾ ഗോൾസ് എന്താണ്? വീട്, കപ്പിൾ ഗോൾസ് നമ്മളെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്, അതിന്റെ ഹോം ടൂർ ഞങ്ങക്ക് ആദ്യം നമ്മുടെ ചാനലിൽ വന്നിട്ട് അതെ, 2026 വീടിന്റെ വർക്ക് എന്തായാലും കംപ്ലീറ്റ്ലി കഴിയും. നമ്മൾ താമസിക്കും ഒരു ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് അനുഗ്രഹിച്ച് ആ ഒരു സമയത്തോടുകൂടി അവസാനിക്കും, എല്ലാം അവസാനിക്കും. ഓക്കെ, അങ്ങനെ. അതെ, വീട് പിന്നെ കാറ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ എയിം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. അതാണ് മാനിഫെസ്റ്റ്. 26 അത്രേ ഉള്ളൂ. 2027ലേക്ക് അത് ആലോചിക്കാൻ 2027ലുണ്ട്. ഇതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിൽ എല്ലാ കാറ്റഗറിയും പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ. യങ്സ്റ്റേഴ്സ് ഉണ്ടാവും, അമ്മച്ചിമാരുണ്ടാവും. ആ അമ്മച്ചിമാര് കാറ്റഗറിയിൽ എപ്പോഴും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ഫാമിലി പ്ലാനിങ്, ബേബി പ്ലാനിങ്ങിലേക്ക് ഓൾറെഡി ഉണ്ട് ഞങ്ങൾക്ക്. ഇനിയില്ല, സ്റ്റോപ്പ്. അതെന്താ ഒന്നും മതിയും തീരുമാനിക്കാൻ? അതുകൊണ്ട് തന്നെ എനിക്ക് മതിയേ, ഒന്നിനെ തന്നെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ മാവ് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല, അവൻ വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിനൊന്നും ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അത്ര കെയർ ആയിട്ടായിരുന്നു. അതൊന്നല്ല, എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നേ എപ്പോഴും. അപ്പൊ എനിക്ക് ആ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സമയം അവസരം കൊടുത്തിട്ടില്ല. ഉണ്ണി വന്നതിന്റെ ആ ഒരു സമയത്ത് ഒരു 4 അല്ലെങ്കിൽ ഒരു 5ാമത്തെ മാസം തൊട്ട് എനിക്ക് മറ്റേ ബ്രാൻഡിന്റെ ഷൂട്ടുകൾ ഉണ്ടല്ലോ, അത് കുറച്ച് വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഇയർ ഫുള്ളായിട്ട് നമ്മൾ അങ്ങനത്തെ ഷൂട്ടുകളിൽ നടക്കായിരുന്നു. പിന്നെ അതെ, നമ്മള് അവനെ ബേബി ബ്രാൻഡ്സുകളൊക്കെ നമ്മളെ കണക്ട് ചെയ്ത് അവൻ ഞങ്ങളുടെ ലക്കി ചാം തന്നെ പറയാം. അതെ, അപ്പൊ ആ ഡിപ്രഷനിലേക്ക് പോവാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഡിപ്രഷനിലേക്ക് പോയിരുന്നില്ല, ഇല്ല. പിന്നെ ആ ഒരു സമയം ഉണ്ണിക്ക് 1 വയസ്സാവണേന് മുൻപ് നമ്മൾ ഇൻസ്റ്റാ പേജില് ബോൺജോ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ തൃശ്ശൂർക്ക് ഷൂട്ടുകൾ ചെയ്യാനായിട്ട് വരും. അപ്പൊ ആ സമയത്ത് ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. എല്ലാം കൊണ്ടും എൻഗേജ്ഡ് ആയിരുന്നു.
ഇപ്പൊ എന്റെ വേദനകളായിക്കോട്ടെ എല്ലാം കൊണ്ടും ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പൊ ഭാവ ഉണ്ടായ ടൈമില് ഈ ഉറക്കത്തിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാട് പ്രശ്നം അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. അവനെ കൊണ്ട് അധികം ഉണ്ടായിട്ടില്ല. പിന്നെ വീട്ടിൽ നോക്കാനായിട്ട് അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അമ്മയാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും അമ്മച്ചി രണ്ടുപേരും തന്നെ നോക്കി, അപ്പനും ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോ എന്റെ വീട്ടിലായിരുന്നു ആക്കാറ്. അപ്പന്റെ അമ്മയുടെ അടുത്താണ് ആക്കാറ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം. അവർ രണ്ടുപേരുണ്ടോ ഓൾറെഡി നോക്കാനായിട്ട്, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മള് ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോയിരുന്നത്. പിന്നെ ഉറക്കം എന്ന് പറയാനായിട്ട് എന്താന്നറിയോ, എനിക്ക് മനസ്സിലായത് എന്താന്നറിയോ, നമ്മള് ഉണ്ണി നമ്മുടെ വയറ്റിലായിരിക്കുമ്പോ നമ്മൾ എന്ത് പറയുന്നോ, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ അതന്നെയാണ് അവനും കാണിക്കണേ. അതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ. അപ്പൊ ഉണ്ണി വയറ്റിലായിരിക്കുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, ആ ദേഷ്യം അവൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഉണ്ണി കഴിഞ്ഞ ദിവസം അന്ന എന്തോ പറഞ്ഞപ്പോ എന്തോ ഒരു കാര്യം ഡാൻസ് കളിക്കുക എന്തോ ചെയ്തായിരുന്നല്ലോ. ഡാൻസ് ഒക്കെ കളിക്കും അവൻ. അതെന്താ, അവൻ വയറ്റിലായിരിക്കുമ്പോ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അവൻ പാട്ട് പാടും. അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും അവന്, അവൻ വയറ്റായിരിക്കുമ്പോ തന്നെ. അപ്പൊ അതന്നെ അവൻ തിരിച്ച് അവൻ പുറത്തിറങ്ങിയപ്പോ അവന് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതാണ് മനസ്സിലായത്. പിന്നെ അവൻ വയറ്റിലായിരിക്കുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു 4 മാസം വരെ ആയിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഹാപ്പി ആയിരുന്നില്ല, ഇല്ല, ഞാൻ ആളുടെ അടുത്തായിരുന്നില്ല, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഇല്ല, ആൾക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ അതിന്റെ തിരക്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ആള്. അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങും, ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഞാൻ വീഡിയോ എടുക്കും. അപ്പൊ അതൊക്കെ അവനും കാണിക്കുന്നുണ്ട്. അവൻ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹായ് ഹലോ അതൊക്കെ പറയും, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. എനിക്കതാണ് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും നഷ്ടമുണ്ടായിരുന്നില്ല. അവനായാലും അതെ, അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അവന് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് പിന്നെ ബുദ്ധിമുട്ട്. അത് ആർക്കായാലും ഉണ്ടാവില്ല, അതായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് വാശി കൂടിയുണ്ട് ആൾക്ക്. കാരണം അവന് വയസ്സാവല്ലേ, 2.5 വയസ്സായി. ചെറിയൊരു എന്നാലും വലിയ രീതിയിലുള്ളതല്ല. ഇപ്പോഴാണെങ്കിലും ആള് കൂളായിരുന്നു. ഞങ്ങൾ വരണ സമയത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആള് പ്രശ്നമാവും. അപ്പൊ നമ്മള് ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതാണ് കപ്പിൾസ് ആയിരിക്കും ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക, മിക്ക ബ്രാൻഡ്സ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് മാറിയിട്ട് ബിസിനസ് ലൈഫിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ആ ഒരു ബിസിനസ് ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? സഹായിച്ചിട്ടുണ്ടല്ലോ. ഏത് നിങ്ങളുടെ ബ്രാൻഡിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഒരുമിച്ച് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻലി ചെയ്തുകൊണ്ട് ഈ പേജ് ആണല്ലോ. അത് ഞാനല്ലേ, അതിന്റെ ആണെങ്കിലും ഉണ്ട്. ഓഫ്കോഴ്സ് എന്റെ ബിസിനസ് ആണെങ്കിലും അവളുടെ വീഡിയോ പ്രസന്റേഷൻസ് കാര്യങ്ങളൊക്കെ പേജിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ കാര്യത്തിനും അവള് തന്നെ ഉണ്ടാവാറ് അതിനകത്ത്. പിന്നെ അത് മാത്രല്ല, ഈ ബിസിനസ് എന്ന് പറയുമ്പോ നമുക്ക് സാധാരണ ഇപ്പൊ 9 to 5 ജോബ് ആണെങ്കിൽ ആ 9 to 5 നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞു, പിന്നെ വീടായി, നമ്മുടെ വീട്ടുകാരായി. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ 24 hours ഡ്യൂട്ടിയാ. 24 hours. ഈ പിള്ളേരൊക്കെ വിളിക്കും ആള്, എന്നാ ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിക്കില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിളിച്ചോണ്ടിരുന്നത് അത് അവരെ വിളിക്കണതാണ്. അല്ല, ടോട്ടലി ബിസിനസ് ഓഫ് കോഴ്സ് അങ്ങനെയാണ്. ടോട്ടലി 24/7 അവൈലബിൾ ആയിരിക്കണം. എല്ലാരും ഒരുമിച്ച് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണത് ഞാൻ അല്ലാതെ വീഡിയോ പ്രസന്റ് ചെയ്യണതല്ല. അത് പറയും. അതെ, തീർച്ചയായിട്ടും അതെ. അത് അവളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അവളിപ്പോ പറയാണ് പറ്റില്ല, 5 മണി വരെ ഫോൺ എടുത്താൽ മതി, അതിനുശേഷം വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കില്ല. അത് അവളുടെ സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. ആള് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ എന്തെങ്കിലും കാണിക്കുമ്പോ ആരുടെ റീൽ ഇത് കണ്ടിട്ട് ഫോൺ വെക്കാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി നടക്കണ പോലെ. അതന്നെ. പക്ഷെ അതൊന്നുമില്ല, നമുക്ക് മ്യൂച്വൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിനും അതുപോലെ മ്യൂച്വലായിട്ടുള്ള സപ്പോർട്ടും 2 കാര്യങ്ങൾക്കും ഉണ്ട്. അതിപ്പോ ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, തീർച്ചയായിട്ടും എന്റെ കാര്യങ്ങൾക്കാണ് സപ്പോർട്ട് ഉണ്ട്. ആവതുള്ളിടത്തോളം നമ്മൾ പണിയെടുക്കുക, അതാണ് എന്റെ ഒരു പോളിസി. പണിയെടുക്കാൻ പറ്റുന്ന സമയത്ത് പണിയെടുക്കാൻ പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പൈസ വരും എന്ന് നമുക്ക് ഉറപ്പുള്ള സമയങ്ങളിൽ നമ്മൾ പണിയെടുക്കുക. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ എത്ര നാളുണ്ടാവും നമുക്കറിയും. യൂട്യൂബിൽ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ്സ് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ
യൂട്യൂബ് നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ലൈക്ക് വീട് പണിയുമ്പോഴോ നമ്മൾ കാറ് വാങ്ങുമ്പോഴോ ഒക്കെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. എല്ലാവരുടെയും വിചാരം യൂട്യൂബിന്റെ റവന്യൂ ആണ്. നമ്മൾ പിന്നെ അത് കുറെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാറില്ല. എല്ലാവരും പറയാറുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് വീട് വെച്ചു, കാറ് ആക്ച്വലി യൂട്യൂബിന് എത്ര മന്ത്ലി? ഇല്ലില്ല, നമുക്ക് യൂട്യൂബിൽ അങ്ങനെ റവന്യൂ ഒന്നും ഇല്ല. നമ്മള് വീഡിയോസ് ഒക്കെ 10,000 രൂപ 15,000 രൂപ ചില മാസം അത് കിട്ടാറ് പോലും ഇല്ല. അതായത് $100 ആയി കഴിഞ്ഞാലാണ് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുക. അതുപോലെ ഇല്ലാത്ത മാസങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഇതൊക്കെ എന്ന് തീരുന്ന. പിന്നെ കൊളാബറേഷൻസ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്ക്. കൊളാബ്സുകൾ വരാറ്, കൊളാബറേഷൻസ് ഉണ്ട്. അല്ലാണ്ട് യൂട്യൂബിൻ്റെതായിട്ടുള്ള റവന്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരിക്കലും സർവൈവ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. പറ്റണവരുണ്ട് കേട്ടോ, പറ്റണവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ നടക്കില്ല. പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് ഇച്ചിരി പോഷായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാ. ഇച്ചിരി പോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീട്, ഒരു വണ്ടി, അതൊക്കെ ഇപ്പോഴും മാൻഡേറ്ററി തിങ് ആണ്. കുറച്ച് ലക്ഷറി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കാറ്, വണ്ടി, കുറച്ച് ലക്ഷറി വീട്, കുറച്ച് ലക്ഷറി വീടൊന്നും അല്ല, എന്നാലും പുതിയൊരു വീട്, പുതിയൊരു കാറ്. അല്ല, കറന്റ് ഞങ്ങളുടെ വീട് ഉള്ളത് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാ. ഇപ്പൊ ഞങ്ങളൊരു പ്ലോട്ട് നോക്കിയായിരുന്നത് മേടിച്ചത് NH 500 മീറ്റർ മാറിയിട്ടാ. അപ്പൊ കുറച്ചും കൂടി ആക്സസ് ചെയ്യാനായിട്ട് ഇപ്പൊ എറണാകുളത്തേക്കാണെങ്കിലും തൃശ്ശൂർക്കാണെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം നമ്മളെടുത്ത് അവിടെയാണ് ഇപ്പൊ വീട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ പിന്നെ നമ്മളിപ്പോ ചിന്തിക്കണതായാലും അതെ, നമുക്ക് കുറെ ഡ്രസ്സുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡ്രസ് ഇട്ടത് പിന്നെ ഇടാൻ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് കുറെ വേണം. അതായത് നമുക്ക് അത്യാവശ്യം എന്താ പറയാ, ഇപ്പൊ ജോലി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം പിൽക്കാലത്ത്. അങ്ങനെയൊക്കെ ചിന്തകളുള്ള ആളുകളാ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലാണല്ലോ നമുക്ക് അതെ. അപ്പൊ നമ്മളിപ്പോ 24 hours നമ്മൾ പണിയെടുക്കും. അതിപ്പോ ആളുടെ ബിസിനസ് ആയാലും ശരി, ഇപ്പൊ നമുക്കിപ്പോ വീഡിയോസ് എഡിറ്റിംഗ് ആയാലും ശരി, നമ്മളിപ്പോ രാത്രി 2 മണി 3 മണി ടൈമിലൊക്കെ ഉറങ്ങാറ് മിക്ക ദിവസങ്ങളും. എന്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടായാലും മക്കിയത്തിനായാലും. ചേച്ചി എത്ര മണിക്ക് എഴുന്നേക്കും? അത് നേരമായിട്ട് എണീക്കണം. അതിനൊരു ശക്തിയില്ല, കാര്യം മാത്രം പറഞ്ഞാൽ മതിയില്ലേ. എണീക്കണത് 10 മണി 11 മണിയൊക്കെ ആവും. അതൊക്കെ നമുക്ക് 7 മണിക്കൂർ ഉറങ്ങണല്ലോ. പക്ഷെ ഞാൻ 9 മണിക്ക് അവൈലബിൾ ആയിരിക്കും. 8:30 to 9. എത്ര മണിക്ക് എത്ര മണിക്ക് കിടന്നു കഴിഞ്ഞാലും ഞാൻ എണീക്കും. ആൾ അവൈലബിൾ ആയിരിക്കും. കാരണം എന്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണത് 9 o'clock. ചേട്ടൻ ചാലക്കുടിന്ന് എറണാകുളത്തേക്ക് ഡെയിലി പോയി വരും? അല്ല, ഡെയിലി പോവില്ല. വീക്കിലി once or twice ഞാൻ പോവുള്ളൂ. പോയാ മതി അല്ലേ? അല്ലാതെ ഫോണിൽ ഫുൾ മാനേജ്. പക്ഷെ ഞാൻ അവൈലബിൾ ആവണല്ലോ 9 മണി മുതൽ. 9 മണി മുതൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. അത് എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും 9 മണിക്ക്.